നമസ്കാരം സാർ. സാർ, നമ്മുടെ വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ ഇത് JPC-യിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് 10-നെതിരെ 16 വോട്ടുകൾക്കാണ് JPC അത് പാസ്സാക്കി പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുന്നത്. വരുന്ന നമ്മുടെ പാർലമെൻറ്റ് സെക്ഷനിൽ ഈ ബജറ്റ് സെഷനാണ് വരുന്നത്, അവിടെ ഇത് പാസ്സാകുമോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അത് പാസ്സാകുമെന്നുള്ള കാര്യം തർക്കമില്ല. അത് പാസ്സാകുമ്പോഴേ അത് ബജറ്റ് മിക്കവാറും പാർലമെൻറ്റിൽ അത് അവതരിപ്പിച്ച് കഴിയുമ്പോഴേ കോൺഗ്രസ്സിലെ MP-മാർ ചിലർ ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് വോട്ടിങ് കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റുള്ളൂ. എങ്കിലും BJP ഒരുക്കിയ ഒരു ട്രാപ്പിൽ കോൺഗ്രസും ശിവസേനയും ചെന്ന് വീണു എന്നുള്ളതാണ്. മറ്റു പാർട്ടികൾക്ക് അതിനകത്ത് വലിയ നഷ്ടം വരുന്നില്ല. കോൺഗ്രസിനും അതുപോലെ തന്നെ ശിവസേനയ്ക്കും അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കാൻ സന്ദർഭം ഒരുക്കുന്ന രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കാൻ ഒരു സന്ദർഭം ഒരുക്കുന്നതാണ് ഈ വഖഫ് ബില്ല്. കാരണം വഖഫ് ബില്ലിൽ 2 ഭേദഗതികൾ വന്നു. 54 നെഹ്റുവിൻ്റെ കാലത്താണ് ഈ സംഭവം തുടങ്ങുന്നത്. അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയായിട്ട് മാറേണ്ടതാണ്. അതിനെ കസ്റ്റോഡിയൻ എന്നൊക്കെ ഉള്ള നിലയിലാണ് ഈ വഖഫ് വരുന്നതും. പിന്നെ വഖഫ് ചെയ്യുന്ന സ്വത്തുക്കൾ അത് വഖഫ് ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നൊക്കെയുള്ള അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് 2 ഭേദഗതികൾ 95-ലെയും അതുപോലെ തന്നെ 2013-ലെയും 2 ഭേദഗതികൾ വന്നതോടുകൂടി 13-ലെ ഭേദഗതി വന്നപ്പോൾ വഖഫ് ബോർഡെന്ന് പറയുന്നത്, വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്, അവിടെ ഒരു വിധി വന്നാൽ സുപ്രീം കോടതി പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു അപ്രമാദിത്വം വഖഫ് ബോർഡിന് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ നിയമം, വഖഫ് നിയമം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെപ്പോലും ധ്വംസിക്കുന്നതാണ് വഖഫ് നിയമം. ഒരാളുടെ പേരിലൊരു സിവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് ഒരു മതപരമായ ഒരു ബോർഡ് അതിനകത്ത് തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപഹാസ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മളിപ്പം ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം മുനമ്പത്തെ വിഷയമാണ്. മുനമ്പത്ത് സിദ്ദിഖ് സേട്ട് എന്ന് പറഞ്ഞ ഒരാൾ ഫറൂഖ് കോളേജിന് കൊടുത്ത പ്രോപ്പർട്ടി ഫറൂഖ് കോളേജിൽ നിന്ന് വിറ്റു. അത് പലരുമായിട്ടത് വാങ്ങിച്ചു. അപ്പോൾ അത് സത്യസന്ധമായി പറഞ്ഞാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് മുനമ്പത്തെ സ്വത്ത് വഖഫ് സ്വത്താണ്. നമ്മളതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം, നിലവിലെ നിയമം അനുസരിച്ചല്ലേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. വഖഫ് സ്വത്തല്ല എന്നാരും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പാണക്കാട് തങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അവിടുന്ന് ആരെയും കുടിയിറക്കാൻ പോകുന്നില്ല. ഇവിടെ കുടിയിറക്കലിൻ്റെ വിഷയമല്ല. മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾ റെയിൽവേ പുറമ്പൊക്കി താമസിക്കുന്നവരേ ഉള്ളൂ. റെയിൽവേ പറയാം ഞങ്ങളിപ്പോൾ തൽക്കാലം കുടിയിറക്കുന്നില്ല. കുടിയിറക്കാതിരിക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് ആ സ്വത്തുക്കൾ വിൽക്കാൻ പറ്റില്ല, ബാങ്കിൽ പണയപ്പെടുത്താൻ പറ്റില്ല, പിൻഗാമികൾക്ക് അത് വിൽപ്പത്രം അനുസരിച്ച് കൊടുക്കാൻ നിയമപരമായി കഴിയില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ പോലെ റെയിൽവേ പുറമ്പൊക്കി താമസിക്കുന്നതും മുനമ്പത്ത് താമസിക്കുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, കേരളത്തിൽ അതിന് ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, കേരള നിയമസഭ LDF-ഉം UDF-ഉം ഏകകണ്ഠമായി വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വഖഫ് നിയമം ഭേദഗതി ചെയ്തില്ലെങ്കിൽ മുനമ്പത്തെ സ്വത്തുക്കൾ വഖഫ് സ്വത്ത് തന്നെയാണ്. അതിനിപ്പോൾ ഇവിടുന്ന് കുറേ ക്രൈസ്തവ തിരുമേനിമാരെല്ലാം കൂടെ പോയി പാണക്കാട് തങ്ങളെ കാണുന്നുണ്ട്. അത് കണ്ടോട്ട് ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ, മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ കുഞ്ഞാടുകളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ മതമേലധ്യക്ഷന്മാരുടെ സ്വാർത്ഥ താല്പര്യവും അവരുടെ രാഷ്ട്രീയ താല്പര്യവും സംരക്ഷിക്കാൻ ശ്രമം നടത്തിയാൽ അത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യും. അവർ പള്ളിയുടെ കാര്യത്തിലേക്കല്ല പോയിരിക്കുന്നത്, പള്ളിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതുമല്ലിത്, രാജ്യത്തെ സിവിൽ നിയമമാണ്. ആ സിവിൽ നിയമം അനുസരിച്ച് E.T. മുഹമ്മദ് ബഷീറും KM ഷാജിയും പറഞ്ഞാണ് ശരി. ആ സ്വത്തുക്കൾ വഖഫ് സ്വത്താണ്. അത് ആ സ്വത്ത് വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം എന്താണ് പാണക്കാട് തങ്ങൾക്കുള്ളത്? എങ്ങനെ പാണക്കാട് തങ്ങൾക്കത് കുടിയിറക്കത്തില്ല എന്ന് പറയാൻ പറ്റുന്നത്? അത് പറ്റില്ല. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറയുന്നു അവിടെ ഭീഷണിയില്ല. എന്ത് ഭീഷണിയില്ലെന്നാണ് പറയുന്നത്? അവിടെ ആരെയും കുടിയിറക്കാൻ ചെന്നില്ലല്ലോ ഇതുവരെ. അവിടെ മുനമ്പത്തി എന്ന ആരെയും ബലം പ്രയോഗിച്ച് കുടിയിറക്കാൻ ഒരു മുസ്ലിം സംഘടനയും ശ്രമിച്ചില്ല. SDPI അടക്കം ഒരു മുസ്ലിം സംഘടനയും അവിടെ ചെന്ന് ഒരു കൈവശക്കാരനെയും കുടിയിറക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ പ്രശ്നം നിയമപരമായ പ്രശ്നമാണ്. അവിടാണ് ഈ തിരുമേനിമാർ ഉരുണ്ട് കളിക്കുന്നത്. മതമേലധ്യക്ഷന്മാർക്ക് അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അവർ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക.
ഇവർ പോകുന്നു, പാണക്കാട് സംസാരിക്കുന്നു, മുസ്ലിം ലീഗോട്ട് ചർച്ച ചെയ്യുന്നു, പിന്നെ നമ്മുടെ VD സതീശനെ കുറിച്ച് പ്രസംഗിപ്പിക്കുന്നു, വഖഫ് നിയമത്തിന് അനുകൂലമായി കൈവക്കിയ ഹൈബീഡനെ അവിടെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നു. ഇവിടെ പ്രസംഗത്തിൻ്റെ പ്രശ്നമാണോ ഇക്കാര്യം? ഒരു കോർട്ട് ഓഫ് ലോയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? മുനമ്പത്തെ സ്വത്തുക്കൾ, മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിൻ്റെ ആണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ പ്രശ്നമില്ല, സതീശൻ പറയുന്ന 10 മിനിറ്റത്തെ സമയം കൊണ്ട് തീരുന്നതാണ്. എങ്ങനെ 10 മിനിറ്റത്തെ സമയം കൊണ്ട് തീരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഈ നിയമം ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കേരളത്തിലെ സ്ഥിതി. പിന്നെ അഖിലേന്ത്യാ തലത്തിലേക്ക് നമ്മൾ പോയാൽ ഇപ്പം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ മുന്നിൽ ഒറ്റ കാര്യമുള്ളൂ, അവരെ സത്യസന്ധമായി അവരുടെ കുഞ്ഞാടുകളെ സംരക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ പറയണം വഖഫ് നിയമം ഭേദഗതി ചെയ്യണം. അല്ല അങ്ങനെ മാറ്റുന്നത്, വഖഫ് നിയമം ഭേദഗതി ചെയ്തല്ലേ പറ്റുള്ളൂ. അതവർ പറയില്ല. ആ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് JPCക്ക് വിട്ടത്. വഖഫ് നിയമം JPCക്ക് വിട്ടപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ട്രാപ്പ് അവർ കൊടുത്തു കഴിഞ്ഞു BJP. കോൺഗ്രസ് ഒന്നുകിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറയണം. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം വഖഫിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റായിട്ട് വഖഫ് ബോർഡ് പറഞ്ഞത്, പിന്നെ ഇപ്പോൾ നമ്മുടെ കുംഭമേള നടക്കുന്ന സ്ഥലം അതുപോലും വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്രം വഖഫിൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശരി തെറ്റുന്നതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. നിലവിലുള്ള നിയമപ്രകാരം ഒരുപക്ഷെ കുംഭമേള നടക്കുന്ന സ്ഥലം വഖഫിൻ്റെ ആയിരിക്കാം, അല്ലാതെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അവരത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ പ്രോബ്ലം വഖഫിൻ്റെ സ്വത്തുക്കൾ ഏതൊക്കെ, വഖഫിൻ്റെ അല്ലാതെ സ്വത്തുക്കൾ എന്തൊക്കെ. രണ്ടാമത്തെ കാര്യം, 1995-ലെയും 2013-ലെയും ഭേദഗതി നിയമങ്ങൾ നിലനിൽക്കുമോ? ഈ സാഹചര്യത്തിലാണ് വഖഫ് ഭേദഗതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത് കോൺഗ്രസ്സിന് വലിയ പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിയമം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ 370-ാം വകുപ്പ് വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? 370-ാം വകുപ്പ് കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കുന്നത് ഇല്ലാതാക്കിയപ്പോൾ ഈസിയാക്കി, വളരെ നിസ്സാരമായിട്ടല്ലേ അവരത് പാസ്സാക്കിയെടുത്തത് BJP. ഒരിക്കലും അങ്ങനെ പാസ്സാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ധരിച്ചിരുന്നവരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളൊക്കെ. നിസ്സാരമായിട്ടൊക്കെ പാസ്സാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ വഖഫിൻ്റെ നിയമം തീർച്ചയായിട്ടും ഇപ്പം JPC വന്നപ്പോൾ 16 പേര് ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ട് വോട്ട് ചെയ്തപ്പോൾ 10 പേര് അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ 10 പേരിൽ പ്രധാനമായിട്ടുള്ളത് സമാജ്വാദി പാർട്ടിക്ക് ഇത് നഷ്ടമില്ല. കാരണം അവർ യാദവരുടെ ഒരു വിഭാഗം ആളുകളും മുസ്ലിങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് സമാജ്വാദി പാർട്ടി അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് അവർക്കും ബുദ്ധിമുട്ടില്ല. കാരണം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം കൊടുത്ത് അതിൻ്റെ പേരിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന ആളുകളാണ് തൃണമൂൽ കോൺഗ്രസ്. CPM ചെയ്തത് തന്നെയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനും വഖഫ് നിയമത്തെ എതിർത്താൽ അവർക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ് പ്രധാനമായിട്ട്. രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത് ശിവസേനയ്ക്കാണ്. ശിവസേന ഈ കഴിഞ്ഞ 2024-ലെ പിന്നെ നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര, ശിവസേന ഉദ്ധവ് താക്കറുടെ നിയന്ത്രണത്തിലുള്ള ശിവസേന ഏതാണ്ട് ഒരു ശവസേനയായി, ശ്വാസോച്ഛ്വാസം പോയി, ഒരു ഡെഡ് ബോഡി മാത്രമായി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ ശിവസേന എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അവരാണ് ബാബറി മസ്ജിദ് പൊളിക്കാൻ ആദ്യം പോയത്. കോൺഗ്രസ്സിലെ ഒരു MP ഒരിക്കൽ പാർലമെൻറ്റിൽ പറഞ്ഞത്, ഈ BJP എന്ന് പറഞ്ഞത് മൂർഖനാണെങ്കിൽ ശിവസേന എന്ന് പറയുന്നത് രാജവെമ്പാലയാണെന്ന് പറഞ്ഞു. അവരോടൊപ്പം വലിയ കോൺഗ്രസ് കൂട്ടുകൂടിയിരിക്കുന്നത്. കോൺഗ്രസിനോടൊപ്പം അല്ലേ ശിവസേന. ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ബാൽ താക്കറയുടെ മകൻ്റെ രാഷ്ട്രീയമായ പ്രസക്തി ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ട് പാർട്ടികൾക്ക്, കോൺഗ്രസിനും ശിവസേനയ്ക്കും അപരിഹാര്യമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിലേക്ക് വരുന്നു വിചാരിക്കുക. ഹൈബീഡൻ എന്താണ് മുനമ്പത്തെ ജനങ്ങളോട് പറയാനുള്ളത്? ഈ നിയമം ഭേദഗതി ചെയ്യണോ വേണ്ടയോ? വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, എന്താ പറയാനുള്ളത്? അതെ, ഒന്നി നിയമം ഭേദഗതി ചെയ്യണം. അതെ, ഭേദഗതി ചെയ്താൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വത്തവകാശം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്വത്തവകാശം അവർക്ക് കിട്ടും, ലഭിക്കും. മെയിൻറ്റെയിൻ ചെയ്യാതെ അവർക്ക് ലഭിക്കും. ഭേദഗതി ചെയ്തില്ലെങ്കിൽ ഭീഷണി ഒഴിഞ്ഞു പോയി. ഭേദഗതി ചെയ്തില്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ റെയിൽവേ പുറമ്പോക്കിലെ താമസക്കാരായിട്ട് അവർക്ക് അവിടെ താമസിക്കേണ്ടി വരും. ഇത് ഈ BJP ഒരുക്കിയ ഒരു ട്രാപ്പ്. 95-ലും 2013-ലും ഈ നിയമം വന്നപ്പോൾ തന്നെ BJPക്ക് മനസ്സിലായി കോൺഗ്രസ് അവരുടെ ശവക്കുഴി തൂണ്ടുകയാണെന്ന്. ഇതുവരെ അവരെടുക്കാൻ എന്താണ് 370-ാം വകുപ്പ് അവർ കൊണ്ടുവന്നു,
റദ്ദാക്കി കളഞ്ഞു. അന്ന് വഖഫിൻ്റെ നിയമം അവരെടുത്തില്ലല്ലോ, ഭേദഗതി നിയമം കൊണ്ടുവന്നില്ലല്ലോ. പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു, അപ്പോഴും അവരത് കൊണ്ടുവന്നില്ലല്ലോ. മുത്തലാഖ് നിരോധിച്ചു, അപ്പോഴും ഇതെടുത്തില്ലല്ലോ. ദാറ്റ് മീൻസ് അവർ അതിൻ്റെ ആപ്റ്റ് ടൈം നോക്കി നിൽക്കുകയാണ്. എല്ലാ ലൂപ്പ് ഹോളും എല്ലാ ലൂപ്പ് ഹോളും അടച്ച് കോൺഗ്രസിൻ്റെ സർവനാശം ഉറപ്പുവരുത്തുന്ന കറക്റ്റ് ടൈമിങ്ങിലാണ് അവർ ഇത് ഇപ്പോൾ ഈ വഖഫ് നിയമം. അതുകൊണ്ട് സാർ ഈ ഒരു സന്ദർഭത്തിൽ ഈ പാർലമെൻറ്റ് സെഷനിൽ അത് പാസ്സാകും എന്ന് തന്നെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും പാസ്സാക്കണമെന്ന് ഗവൺമെൻറ് വിചാരിച്ചാൽ അത് പാസ്സാകും. അതല്ല, ചർച്ച നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് പാസ്സാകും എന്ന് പറയുമ്പം സബ്ജക്റ്റ് കമ്മിറ്റിക്കും ഒക്കെ പോകണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുമല്ലോ. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കണ്ടേ? ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഹൈബീഡൻ സംസാരിക്കണ്ടേ? അതുപോലെ തന്നെ പിന്നെ പ്രതിപക്ഷത്തുനിന്നുള്ള എല്ലാവരും സംസാരിക്കണം. അത് കോൺഗ്രസിനാണ് നഷ്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെപ്പാടെ കെ രാധാകൃഷ്ണനേ ഉള്ളൂ. അദ്ദേഹം പൊതുവെ സംസാരിക്കാറുമില്ല, സംസാരിച്ചാൽ അത് പുറത്തു വരാറുമില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ഈ വഖഫ് നിയമം കോൺഗ്രസിന് അപരിഹാര്യമായ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ വഖഫ് നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യുക, രാജ്യത്തെ ഭരണഘടനയ്ക്ക് അതീതമായ വകുപ്പുകൾ അതിനകത്തുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് മുകളിലാണെങ്കിൽ ആ അവകാശങ്ങൾ റദ്ദാക്കുക. അപ്പോൾ അത് ആ ഭേദഗതി അംഗീകരിക്കുക. അതല്ലെങ്കിൽ ഭേദഗതിയിൽ ചില ഭേദഗതികൾ കൊണ്ടുവരാം. ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഭേദഗതിക്ക് മറ്റു ചില അമെൻമെൻറ്റ്സ് ഇവർക്ക് കൊണ്ടുവരാമല്ലോ, അത് ചെയ്യുക. അതുമല്ലെങ്കിൽ കണ്ണുമടച്ച് ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറയുക. ആ തരത്തിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിച്ച് നിർത്തുന്നതിലും വർഗീയ വേർതിരിവിലൂടെ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജാതിയെയും മതവിശ്വാസത്തെയും ചൂഷണം ചെയ്യുന്നതിലും കോൺഗ്രസ് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ വീണ്ടും അവരുടെ തനിനിറം കാണിക്കാൻ പോവുകയാണോ അതോ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ചരിത്രത്തിൻ്റെ ഒരു സന്ധിയിലാണ് കോൺഗ്രസ്, ഒരു വഴിത്തിരിവിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാൻ. അതിൽ നമുക്ക് 31-ാം തീയതി പാർലമെൻറ്റ് സെഷൻ തുടങ്ങുമ്പോൾ അറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണ്. എന്തായാലും ബില്ല് പാസ്സാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബില്ല് പാസ്സാകും, അതിനെക്കുറിച്ച് സംശയം വേണ്ട കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.